ഇപ്പോൾ കോൺഗ്രസ് അല്ലാതെ വേറെ ആരുമില്ല എന്നതുകൊണ്ട് കോൺഗ്രസ് ആ ഒരു ദൗത്യം ഏറ്റെടുത്തേ മതിയാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ നടന്ന യോഗങ്ങൾ വെർച്വലായുള്ള ഒരു യോഗത്തിന് പോലും മുന്നണിയിലെ എല്ലാ പാർട്ടികളെയും എത്തിക്കാൻ കഴിയുന്നില്ല, പ്രധാനപ്പെട്ട കീ ഫിഗേഴ്സിനെ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വെർച്വൽ ഓൺലൈൻ മീറ്റിംഗ് ആണ്. ഫിസിക്കലി നിങ്ങൾ ഡൽഹിയിലേക്ക് വരണ്ട, ഓൺലൈനായെങ്കിലും നമുക്കൊന്ന് ഇരിക്കാമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്നത്തെ ആ ശ്രമവും പാളിപ്പോകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ചെന്ന് നിൽക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് ഇന്ന് അരവിന്ദ് കെജ്രിവാളും രാഘവ് ചദ്ദയും ഒക്കെ എത്തി ഒരു 1.5 മണിക്കൂറോളം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ധാരണ ചർച്ചയായിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്നുകൂടി ഇരിക്കേണ്ടിയിരിക്കുന്നു, ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതിലാണ് അവർ പിരിയുന്നത്. ഡൽഹിയിലും പഞ്ചാബിലും ഇപ്പോൾ അങ്ങോട്ട് വെച്ചിരിക്കുന്ന ഫോർമുല 4-3 എന്നുള്ളതാണ്. ഡൽഹിയിൽ, പഞ്ചാബിൽ 10-3 എന്നതാണ്. ഗുജറാത്തിലും ഹരിയാനയിലും ഓരോ സീറ്റ് വേണമെന്നും ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നു. പക്ഷേ അതൊരു ഫിക്സിലേക്ക് എത്തിയിട്ടില്ല കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ചർച്ചയിൽ. ഇന്ന് ശരത് പവാർ ആണ് ഈ മുന്നണിയുടെ നേതൃനിരയിലേക്ക് വരിക എന്നാണ് മുന്നണി രൂപീകരണ സമയത്ത് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അതിനുശേഷം NCPയിൽ സംഭവിച്ചത്, മഹാരാഷ്ട്രയിൽ സംഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ന് ശരത് പവാർ നടത്തുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഖർഗെയുടെ പേര് അത് ഞങ്ങൾ എല്ലാവരും ഫാദർ ഓഫ് ഇന്ത്യ മുന്നണി നിതീഷ്, അപ്പോ നിതീഷോ? പിന്നെ നിതീഷാണ്. ശരത് പവാറിനൊരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതാണോ? തുടക്കത്തിൽ ശരത് പവാർ ആണ് കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി. ബോംബെയിലടക്കമുള്ള മീറ്റിംഗ് വിളിക്കുന്നത് ഇതിന്റെ ഒരു ആശയം. പവർഫുൾ നിതീഷ് ആദ്യം എത്തുന്നുണ്ടല്ലോ, ഡൽഹിയിലേക്ക് നിതീഷ് എത്തുകയാണ്. ആദ്യം എല്ലാവരെയും അടക്കമുള്ള ആളുകളെയൊക്കെ ഇൻഡിപെൻഡന്റ് ആയി കണ്ടു കഴിഞ്ഞ ഉപേക്ഷിച്ച് ചർച്ച പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ശരത് പവാറിന്, പക്ഷേ ശരത് പവാർ വീക്കനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ശരത് പവാറിന് പഴയ പവർ ഒന്നുമില്ല. നമ്മൾ മഹാരാഷ്ട്ര ചർച്ച ചെയ്തപ്പോൾ കാര്യം വിശദമായി പറഞ്ഞതുമാണ്. പിന്നെ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെയും ശോഷിച്ചു നിൽക്കുകയാണ്. UBT ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ. പിന്നെ മമതാ ബാനർജി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ് ബീഹാർ സർക്കാരിൻ്റെ പ്രചാരണ പരസ്യങ്ങളിൽ അല്ലെങ്കിൽ പോസ്റ്ററുകളിൽ അതിലൊന്നും ഇപ്പോൾ തേജസ്വി യാദവ് ഇല്ല. അപ്പോൾ അവിടെയും എന്തോ സംഭവിക്കുന്നുണ്ട്. ആ ഒരു കാര്യവും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. നിതീഷ് കുമാറിൻ്റെ ഈ ഒരു കൺവീനർ പോസ്റ്റിലേക്ക് ഇല്ല എന്ന് നിതീഷ് കുമാർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇതുവരെ വന്ന അഭിപ്രായങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ വന്ന പ്രതികരണങ്ങളിൽ നിന്ന്, ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഡിലേഡ് ഓഫറാണ്. കഴിഞ്ഞ ആഴ്ച വരെ ആയിരുന്നെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഈ തീരുമാനം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ നിതീഷ് കുമാർ ഈ കൺവീനർ ആകാൻ തയ്യാറായേനേയും. പിന്നെ ഇവിടെ ഖർഗെ മുന്നിൽ നിന്ന് നയിക്കുന്നു. അപ്പോൾ നിതീഷ് കുമാറിന് കുറച്ചുകൂടി ഒരു വെയിറ്റ് ഉള്ള റോൾ വേണം. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്ലസ് കൺവീനർ, അതാണ് നിതീഷ് കുമാർ ആഗ്രഹിച്ചത്. അത് കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു ഘട്ടമാണ്. പിന്നെ എല്ലാവർക്കും ഇടയിൽ സമവായത്തിലേക്ക് എത്തുന്നില്ല. മമതാ ബാനർജി ഒരു സമവായത്തിനും തയ്യാറല്ല എന്നത് അവർ ഖർഗെയുടെ പേര് പറഞ്ഞതോടെ ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഇപ്പോൾ പറഞ്ഞ ആ വസ്ത്രത്തിന്റെ ഉപമയൊന്നും ഇനി നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വസ്ത്രത്തിന്റെ ഓരോ ഭാഗമായി പിടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്, പിന്നിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി എന്ന വസ്ത്രം എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ചർച്ചകൾ നടക്കുന്നുണ്ട്, പക്ഷേ അതൊരു കൂട്ടിത്തയ്ക്കലാണ്. ഏച്ചു വെച്ചാൽ മുഴച്ചിരിക്കുമെന്നത് താങ്കൾക്കും അറിയാവുന്നതാണല്ലോ. ഇതിൽ MK സ്റ്റാലിൻ, ശരത് പവാർ, അരവിന്ദ് കെജ്രിവാൾ അവർ വളരെ പ്രോംപ്റ്റായി ഇന്നത്തെ മീറ്റിംഗിലേക്ക് കൃത്യമായി എത്തുകയാണ്. ഈ 28 പ്രതിപക്ഷ പാർട്ടികളിൽ ഇങ്ങനെയൊരു ഫേസിലേക്കല്ലല്ലോ ജനുവരി ആകുമ്പോൾ എത്തേണ്ടത്. കൃത്യമായി എല്ലാവരും ഒന്നിച്ചിരിക്കേണ്ട, ആലോചിക്കേണ്ട പ്രധാന ഘട്ടത്തിൽ ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമ്മിൽ തല്ലുകയാണ്. എന്തിനാണ്? പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി. പിന്നെ സീറ്റ് ക്ലെയിം, കൗണ്ടർ ക്ലെയിം, അതിലൂടെ ഇങ്ങനെ തട്ടി മുന്നോട്ട് പോകുന്നത് വിലപ്പെട്ട സമയമാണ്. ക്യാമ്പയിനിങ്ങിലേക്ക്, കൃത്യമായ പോൾ സ്ട്രാറ്റജിയിലേക്ക് എത്തേണ്ട സമയമാണ് ഈ ആദ്യഘട്ടത്തിലെ ചർച്ചകളിലൂടെ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നത് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ഈ 42-ൽ 2 സീറ്റിനപ്പുറം കോൺഗ്രസുമായി ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. അത് വളരെ ക്ലിയറായി മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഓൺലൈനായി പോലും ഞാൻ ഈ ചർച്ചയ്ക്കില്ല എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. നേതാക്കൾ ആദ്യം ഒരു ധാരണയിലെത്തട്ടെ, ഈ 2 സീറ്റ് ഫോർമുല, അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. മാൽഡ ദക്ഷിണും ബിറാംപൂറും അത് രണ്ടും കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ്സ് ആണ്. എന്നാൽ ആ 2 സീറ്റ് എന്നത് കോൺഗ്രസ് സമ്മതിക്കുന്നില്ല. കോൺഗ്രസ് ആവശ്യപ്പെടുന്ന രാജ്ഗഞ്ച് 5% സീറ്റ് വോട്ടേ കിട്ടിയുള്ളൂ കഴിഞ്ഞ. അപ്പോൾ 30% മേളിൽ ആകെ കിട്ടിയ 2 സീറ്റും ഇത് മാത്രമാണ്. രാജ്ഗഞ്ചും മാൽഡ ഉത്തറും ജംഗിപ്പൂറും മൂർഷിദാബാദും ഈ 4 സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന നെഗോഷിയേഷൻ. പക്ഷേ അതിന് മമത തയ്യാറല്ല എന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 5-അംഗ നാഷണൽ അലയൻസ് കമ്മിറ്റി, അതിലാണ് 265 ചുരുങ്ങിയത്. അതെ, 5-അംഗ നാഷണൽ അലയൻസ് കമ്മിറ്റിയുണ്ട്. അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബഗൽ, മുകുൾ വാസ്നിക്, സൽമാൻ ഖുർഷിദ്, മോഹൻ പ്രകാശ്, ഇത്രയും പേര് ചേർന്ന ഈ കമ്മിറ്റിയുമായിട്ടുള്ള ഒരു സിറ്റിങ്ങിന് പോലും മമത തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അതിനുത്തരം പറയേണ്ടത് മമതാ ബാനർജിയാണ്. ഈ സഖ്യം പൊളിഞ്ഞാൽ അതിനുത്തരവാദി മമതാ ബാനർജിയുടെ ആ ഒരു ധാർഷ്ട്യത്തോടെയുള്ള നിലപാടായിരിക്കും. നിതീഷ് കുമാറിനേക്കാൾ ഈ സഖ്യം പൊളിയുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്തത്തിലേക്ക് പോകാതിരിക്കുന്നതിൽ നിന്ന് തടയുന്നത് മമതാ ബാനർജിയാണ്. ഈ സഖ്യം പൊളിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ സഖ്യം ഇന്നവിറ്റബിൾ ആണ്. ആ സഖ്യത്തിനല്ലാതെ മറ്റൊന്നും
ഒന്നുകിൽ നിങ്ങൾക്ക് എൻ ഡിയിലേക്ക് കടന്നു പോകാം. പക്ഷേ നിലവിൽ അല്ല, മമതയുടെ ഒരു കാര്യം കൂടി പറയാം. മമത ബംഗാളിൽ മാത്രമല്ലെന്നേ, മേഘാലയയിൽ കോൺഗ്രസിനോട് പറയുന്നതാണ്. അല്ല, ഞാൻ പറയുന്നതേ അത് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമേ കാര്യമേ അല്ല. പ്രാഥമിക സീറ്റ് വിഭജനം നമ്മൾ ഈ നേതാക്കൾ തമ്മിലുള്ള ഫ്രിക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന സീറ്റ് വിഭജനത്തിലെ തർക്കമോ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചവരല്ല. അല്ലല്ല. അത് ഇതിനേക്കാൾ ഭയാനകമായ വിധത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും പ്രധാനമന്ത്രിയാകണം സാർ, അത് നടക്കില്ലല്ലോ. അതൊക്കെ ഉണ്ടാകും. അതിപ്പോ ഒരു സാമ്പാർ മുന്നണിയാവും. അതാണ് ഒരു ജനാധിപത്യത്തിന്റെ ഭംഗി. അതല്ലേ നിങ്ങൾ നോക്കൂ, എന്താണ് ഒരു ഭംഗി ആയിക്കോട്ടെ, അടിച്ചു പിരിയാതിരുന്നല്ല. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾ പുതിയൊരു കാര്യം പ്രഖ്യാപിക്കുന്നതല്ല. ഒരു കാര്യം നികേഷ് കുമാർ, ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്താ സുജയ? പാർലമെന്ററി ജനാധിപത്യത്തിൽ പ്രധാനമന്ത്രിയെ നിർവചിക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്നാ. ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്നുള്ള ആശയം ഇന്ന് BJP-യേക്കാൾ ഏറ്റവും കൂടുതൽ അന്വർത്ഥമാകുന്നത് എവിടെയാ? ഇന്ത്യ മുന്നണിയിലാ. ഓൾ ആർ ഈക്വൽ. അല്ല, അത് രണ്ടാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണിയിലും NDA മുന്നണിയിലും രണ്ട് തരത്തിലാണ് ആ കാര്യം നിശ്ചയിക്കുന്നത്. ഒരിടത്ത് ഒരാളുടെ അപ്രമാദം ജനാധിപത്യപരമായി നിങ്ങൾ ഏത് പാർട്ടിക്കാണ് കൂടുതൽ സീറ്റ്. അതെ, നോക്കൂ, അതിനപ്പുറത്തേക്ക് നാളെ പുതിയ ഭാരത് ജോഡോ ന്യായ് യാത്ര തുടങ്ങുകയാണ്. നേരത്തെ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണി ഉണ്ട്. അപ്പോൾ ഭാരത് ജോഡോ യാത്ര എത്ര കണ്ട് ഊർജ്ജസ്വലമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു തിരശ്ചീനമായിട്ടുള്ള പൊളിറ്റിക്കൽ യാത്ര നടക്കുക. അതെ, ആ പൊളിറ്റിക്കൽ യാത്രയിൽ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ സുജിയ പറഞ്ഞ പോലെ സീറ്റ് ചർച്ചയ്ക്ക് വരാൻ തയ്യാറില്ല, അല്ലെങ്കിൽ സീറ്റ് ചർച്ച യോജിച്ചു പോകുന്നില്ല, അല്ലെങ്കിൽ യോഗത്തിന് പോകുന്നില്ല എന്നതുപോലെ തന്നെയാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ അതിൽ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഭാരത് ജോഡോ യാത്രയിലും ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഭാരത് ജോഡോ യാത്രയിലേക്ക് വന്നപ്പോഴേക്കും JDU-ന്റെ KC ത്യാഗി പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്. KC ത്യാഗി പറയുന്നത് ഇന്ത്യ യാത്ര എന്നതാണ് JDU ആവശ്യപ്പെട്ടത്. അപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്ര, അതിൽ പോലും ഇന്ത്യ യാത്ര മുന്നണിയുടെ ഒരു യാത്രയാക്കാൻ പൊളിറ്റിക്കൽ യാത്രയായിരുന്നു. ഇന്ത്യയുടെ യാത്രയല്ല. നോക്ക്, KC ത്യാഗിക്കൊന്നും അതിനകത്ത് നിങ്ങൾക്ക് വോയിസ് ഇല്ല എന്ന് പറയുന്ന പോലെ KC ത്യാഗിക്ക് വോയിസ് ഇല്ല. കാരണം KC ത്യാഗിയുടെ യാത്രയല്ല, ACC-യുടെ യാത്രയാണ്. Meet the editors.